പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രിയയുടെ അപ്രതീക്ഷിതമായ ചതിയെ തുടർന്ന് റെയ്ഡ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ. ഇതോടെ സൂരജ് ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയും ചെയ്യുന്നു. വീട്ടുകാരുടെ മുൻപിൽ കള്ളനായി സൂരജ് നിൽക്കുകയാണ്. പക്ഷേ റെയ്ഡിനെ തുടർന്ന് നൽകിയ പൈസ കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു. ഇതോടെ വിജിലൻസുകാർ, ക്ഷമിക്കണം സൂരജ്, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ സംഭവിക്കും എന്ന് വിചാരിച്ചതല്ല. ഒരു മിസ്കമ്മ്യൂണിക്കേഷന്റെ പുറത്ത് സംഭവിച്ചതാണ് ഇതെല്ലാം. അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കെ സാർ. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു എന്നേ ഞാൻ കരുതുന്നുള്ളൂ. അല്ലാതെ ഒരു പ്രശ്നവുമില്ല. സാർ പൊക്കോളൂ. ഇത് കേട്ടതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമായിരിക്കുകയാണ്. പക്ഷേ സൂരജാകട്ടെ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്ന് കണ്ടെത്താൻ തീരുമാനമെടുത്ത് മുന്നിലേക്ക് വരികയും മീനുവിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു. മീനു, ഇതിന് പിന്നിൽ നിന്റെ കളികളാണ് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. എന്നെ തകർക്കാൻ നീയല്ലാതെ മറ്റാരും ഇതുപോലുള്ള തറവേലകളൊന്നും കാണിക്കില്ല. ഇതോടെ ഞെട്ടിപ്പോകുന്ന മീനു, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളെ തകർക്കാൻ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അയ്യേ ലജ്ജാകരം, എന്ത് മോശം ചിന്താഗതിയാണോ. എനിക്ക് ഇതുപോലുള്ള ആഭാസത്തിനുമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ അറിയാം. അതുകൊണ്ട് ഞാൻ ഇതുപോലുള്ള പരിപാടികൾക്കൊന്നും തയ്യാറല്ല. പിന്നെ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുക? നീ തന്നെ പറ. നീ അവിടേക്ക് കടന്നു വന്നപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ് സംശയം. നിനക്കെന്താണ് അവിടേക്ക് കടന്നു വരേണ്ട ആവശ്യം? നീ എന്തിനാണ് പിന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളെല്ലാം ചോദിച്ചത്? എന്താണ് അതിന് പിന്നിലെ കാര്യം? നീ സത്യം പറ മീനു, എന്താണ് സംഭവം? എനിക്ക് കാര്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ. ഇത് കേട്ടതിനെ തുടർന്ന് മീനു, എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയാനുള്ളതെല്ലാം നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ നിങ്ങളത് കേൾക്കാൻ തയ്യാറാകാതിരുന്നത് എൻ്റെ ഭാഗത്തെ തെറ്റല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യം വ്യക്തമാക്കുന്നത്. എനിക്ക് നിങ്ങളെ ചതിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കിനി അങ്ങനെയാണ് തോന്നുന്നത് എങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനുമില്ല എന്നാണ് ഞാൻ വ്യക്തമാക്കുന്നത്. മനസ്സിലായോ? ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് സൂരജ്. പക്ഷേ സൂരജ് അവിടെ നിന്ന് പോയതിനെ തുടർന്ന് സൂരജിനെ കൊടുക്കാൻ സുപ്രിയ തന്നെയാണ് ഈ കളി കളിച്ചത് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് മീനു. ഇതേ തുടർന്ന് മീനു സുപ്രിയയെ കാണാൻ എത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ സുപ്രിയയാകട്ടെ എങ്ങനെയാണ് തൻ്റെ തന്ത്രം പാളിയത് എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല. ഇങ്ങനെ മണ്ടത്തരം പറ്റാൻ പാടില്ലല്ലോ. ആരായിരിക്കും അവനെ രക്ഷിച്ചത്? മുതലായ ചോദ്യങ്ങൾ മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് ഇരിക്കുമ്പോഴാണ് അവിടേക്ക് മീനു കയറി വരുന്നത്. സുപ്രിയ, എങ്ങനെയാണ് സൂരജ് രക്ഷപ്പെട്ടത് എന്നാണോ നീ ഇപ്പോൾ ആലോചിക്കുന്നത്? ഇതോടെ സുപ്രിയൊന്ന് ഞെട്ടിപ്പോകുന്നു. എന്തൊക്കെയാണ് പറയുന്നത്? അവൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് സംശയമുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എനിക്കറിയാം എങ്ങനെയാണ് അന്വേഷണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടതെന്ന്. കാരണം ആ ബാഗ് എടുത്തു മാറ്റിയത് ഞാൻ തന്നെയാണ്. മാത്രവുമല്ല, അതിലെ പൈസയും ഇപ്പോൾ എൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. എന്താ, നിനക്ക് ആ പൈസ കാണണോ എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള പൈസ എടുത്ത് കാണിക്കുകയാണ് ഇപ്പോൾ മീനു. അപ്രതീക്ഷിതമായ ഈ കാര്യം
കണ്ടുകൊണ്ട് ആകെ ഞെട്ടിപ്പോകുന്ന സുപ്രിയയാകട്ടെ എന്തു പറയണം എന്നറിയാതെ നിൽക്കുമ്പോൾ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് വെല്ലുവിളിക്കുകയാണ് മീനു. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യവും മുമ്പിൽ ബാക്കിയാകുന്നു. താൻ പെട്ടുപോയിരിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് തനിക്ക് പൈസ നൽകിയത് കൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന മീനുവിനോട് സുപ്രിയ കരഞ്ഞ് സമ്മതിച്ചിരിക്കുകയാണ്. എന്നാൽ സൂരജ് സത്യങ്ങൾ അപ്പോഴും അറിഞ്ഞിരുന്നില്ല. പ്രതി മീനു തന്നെയാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.